നമ്മൾ ഗ്യാസ് കത്തിച്ച ശേഷം അതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് മുഴുവൻ മല്ലി കുറച്ചിടുക. അതിനുശേഷം കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് മുഴുവൻ കുരുമുളക്, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് ഉണക്കമുളക്. ഇത് കാശ്മീരി ചില്ലി മുളകാണ്. ഇത് നന്നായി വറുത്തെടുക്കുക. പിന്നെ വറുത്ത് പൊടിച്ച് മാറ്റി വയ്ക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് ചൂടായ ശേഷം ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം ആ ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് കുറച്ച് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ മതി. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വാടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നന്നായി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിലുള്ള. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ചിക്കനെ ഒന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക്. ഇതാ ഗൈസ്, നല്ല അടിപൊളി ചെട്ടിനാട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ.